പടിപ്പുര വീട് വരുന്നുണ്ട്, അമരാവതി വരുന്നുണ്ട്, കഴിഞ്ഞ സാന്ത്വനം പരസ്പരത്തിലെ ഫാമിലി, കടമറ്റത്ത് കത്തനാര് വരെ വന്നിട്ടുണ്ട്, കളിയങ്കാട്ട് നീലി, അവർക്കൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഇപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെയാ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന ആളാണോ? ഒരു പരിധി വരെ ക്ഷമിച്ചു നോക്കും, ഇപ്പൊ റിയാക്ട് ചെയ്യും. താനാ ചെയ്താൽ ശരിയല്ലടോ. കോമഡി ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്യാൻ പറ്റാന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളവിടെ ചെയ്യുന്ന ഒക്കെ സീരിയസ് ആ, പറയുന്ന കോമഡി ആയി പോകുന്നതാണ്. എനിക്ക് ഇപ്പോഴും അറിയില്ല കോമഡി ചെയ്യാൻ എന്നുള്ളതാണ്. ആദ്യത്തെ ഷെഡ്യൂൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, സീരിയലിൽ അഭിനയിക്കുന്നവർ ഇവിടെ അഭിനയിക്കല്ലേ എന്ന്. നമുക്കിവിടെ റിയാലിറ്റി ആയിട്ടാണ് അഭിനയിക്കുന്നത്, അത് സീരിയലിൽ അഭിനയിക്കുന്ന കുറച്ച് ഡ്രാമാറ്റിക് ആവരുത്. പിന്നെ ഓക്കെ, ഇവരെന്താ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. രൂപ ചേച്ചിക്ക് ആദ്യമേ എന്നെ വലിയ ഇഷ്ടമല്ലായിരുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ മാസത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് കേട്ടില്ല. മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജീവനോണ്ട് കൊണ്ടോക്ക എന്ന് ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ചന്ദനമഴ പാർട്ട് 2 വരുവാണ്. ഇപ്പൊ എന്തായാലും പോകും ഉറപ്പായിട്ടും. കാരണം ആ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഞാനേ ചെയ്യുള്ളൂ.